നമസ്കാരം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകാൻ CPM-ൽ ധാരണ. ഇതോടെ പ്രമുഖ നേതാക്കളും ഭൂരിഭാഗം സിറ്റിംഗ് MLA-മാരും വീണ്ടും ജനവിധി തേടും. നിലവിലെ 62 MLA-മാരിൽ 50 പേരും ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാകുമെന്നാണ് സൂചന. പാർട്ടി സെക്രട്ടേറിയറ്റിലെ 17 അംഗങ്ങളിൽ 13 പേരും മത്സരിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, KN ബാലഗോപാൽ, P രാജീവ്, PA മുഹമ്മദ് റിയാസ്, VN വാസവൻ, സജി ചെറിയാൻ തുടങ്ങിയവരാണ് ഇതിൽ പ്രമുഖർ. കഴിഞ്ഞ തവണ മാറി നിന്ന മുൻ ധനമന്ത്രി TM തോമസ് ഐസക് ഇക്കുറി വീണ്ടും സ്ഥാനാർത്ഥിയാകും. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. കോടാലിയിൽ 2 ദിവസം മുമ്പ് പ്രവർത്തനം തുടങ്ങിയ റെസ്റ്റോറന്റ് ഭാഗികമായി കത്തി നശിച്ച നിലയിൽ. കോടാലി ITU ബാങ്കിന് സമീപം പ്രവർത്തനം ആരംഭിച്ച അമ്മൂസ് കിച്ചൺ എന്ന സ്ഥാപനമാണ് ഇന്ന് പുലർച്ചെ ഭാഗികമായി കത്തിയത്. വധശ്രമ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന വാറന്റ് പ്രതിയെ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം ഡൽഹി എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. കുട്ടു എന്ന് വിളിക്കുന്ന കൂളിമുട്ടം പൊക്ലായ് ബീച്ച് നെടിയപറമ്പിൽ 37 വയസ്സുള്ള നിധിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാലക്കുടിയിൽ കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ വെള്ളം കയറി കൃഷി നശിച്ച കാരക്കുളത്തുനാട് പാടശേഖരം അധികൃതർ സന്ദർശിച്ചു. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുമെന്ന് അധികൃതർ. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കോടാലിയിൽ 2 ദിവസം മുമ്പ് പ്രവർത്തനം തുടങ്ങിയ റെസ്റ്റോറന്റ് ഭാഗികമായി കത്തി നശിച്ച നിലയിൽ. കോടാലി ITU ബാങ്കിന് സമീപം പ്രവർത്തനം ആരംഭിച്ച അമ്മൂസ് കിച്ചൺ എന്ന സ്ഥാപനമാണ് ഇന്ന് പുലർച്ചെ ഭാഗികമായി കത്തിയത്. പുറകുവശത്തുള്ള അടുക്കളയുടെ ഓലമേഞ്ഞ ഭാഗമാണ് കത്തിയത്. പുലർച്ചെ 3:15-നും 4-നും ഇടയിലാണ് തീപിടിച്ചത്. ഫർണിച്ചറുകളും പാത്രങ്ങളും മറ്റ് സാമഗ്രികളും കത്തി നശിച്ചു. മേൽക്കൂരയിലെ ട്രസ്സിനും നാശമുണ്ടായി. സമീപവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് വെള്ളിക്കുളങ്ങര പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി തീയണച്ചു. സംഭവത്തിൽ ദുരൂഹതയുള്ളതായും ആരെങ്കിലും തീ വെച്ചതാണെന്ന് സംശയിക്കുന്നതായും നടത്തിപ്പുകാർ പറഞ്ഞു. 1 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. വധശ്രമ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന വാറന്റ് പ്രതിയെ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം ഡൽഹി എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. കുട്ടു എന്ന് വിളിക്കുന്ന കൂളിമുട്ടം പൊക്ലായ് ബീച്ച് നെടിയപറമ്പിൽ 37 വയസ്സുള്ള നിധിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷാർജയിൽ നിന്നും വരുമ്പോൾ ഡൽഹി എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പ്രതിയെ തടഞ്ഞുവെച്ച വിവരം ജില്ലാ പോലീസ് മേധാവിയെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ ഡൽഹിയിലേക്ക് അയച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്ത് മതിലകം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ചാലക്കുടിയിൽ കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ വെള്ളം കയറി കൃഷി നശിച്ച പാടശേഖരം അധികൃതർ സന്ദർശിച്ചു. കാരക്കുളത്തുനാട് പാടശേഖരത്തിലാണ് മുനിസിപ്പൽ കൃഷി വകുപ്പ് അധികൃതർ സന്ദർശനം നടത്തിയത്. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുമെന്ന് അവർ അറിയിച്ചു. പതിറ്റാണ്ടുകൾ തരിശായി കിടന്ന കാരക്കുളത്തുനാട് പാടശേഖരത്തിൽ അതിജീവനത്തിന്റെ ഭാഗമായി കുറച്ചു വർഷങ്ങളായി കൃഷി ഇറക്കുന്ന കർഷകരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി വിളഞ്ഞ നെല്ല് അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ വെള്ളത്തിലായി. 60 ഏക്കറോളം വിളഞ്ഞ നെല്ല് ആധുനിക മെഷീൻ ഉപയോഗിച്ച് കൊയ്തു തുടങ്ങിയ അവസരത്തിലാണ് മഴ ചതിച്ചത്. 20 ഏക്കറോളം കൊയ്ത നെല്ല് മുഴുവൻ പാടശേഖരത്തിലാണ് സൂക്ഷിച്ചിരുന്നത്. അടുത്ത ദിവസം ചാക്കുകളിൽ നിറച്ച് ഏജൻസികൾക്ക് കൈമാറാനിരിക്കെയാണ് കനത്ത മഴയിൽ വെള്ളം കയറി ഭൂരിഭാഗം നെല്ലും നനഞ്ഞുപോയത്. നനയാത്ത നെല്ല് പണിക്കാരെ ഉപയോഗിച്ച് പരമാവധി ഉണക്കി ചാക്കിലാക്കുകയാണ് കർഷകർ. ഇനിയും കൊയ്യാൻ ബാക്കിയുള്ള 40 ഏക്കറിലധികം വരുന്ന സ്ഥലത്തെ മുഴുവൻ നെല്ലും വെള്ളത്തിൽ വീണ് കിടക്കുകയാണ്. ഇത് കൊയ്തെടുക്കാനും കഴിയാത്ത സ്ഥിതിയിലാണിപ്പോൾ. തുടർച്ചയായി ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളും കാലാവസ്ഥാ പ്രശ്നങ്ങളും മൂലം നഷ്ടത്തിലാകുന്ന കൃഷി ഇനിയും തുടരണോ എന്ന ചിന്തയിലാണ് കർഷകർ. ഒരു കൊല്ലം രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. ഈ കൊല്ലത്തിൽ തമ്മിപ്പോൾ ഏതായിരുന്നല്ലേ. അപ്പോൾ ഈ കൊല്ലം വന്നപ്പോൾ വെള്ളം മുങ്ങി ഇപ്പോൾ ആകെ നെല്ലൊന്നും എടുക്കില്ല. ഒരു 10-15 ചാക്ക് നെല്ല് പോവില്ല. പിന്നെ 6% പറഞ്ഞേക്കുന്നത്. അപ്പോൾ അധികം വെള്ളം മുങ്ങി കാരണം അതിലും കൂടും. അങ്ങനെയൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. കയ്യിൽ നിന്ന് കാശ് പോകുള്ളൂ. ഇതവണ വക്കോലാണെങ്കിൽ ഒട്ടുമില്ല. പല പോയി അവിടെ ഫ്രീയാൻ എടുക്കുന്നുണ്ട്. അത് വെള്ളം പിന്നെ അപ്പുറത്തൊക്കെ ഉണ്ട്. അതിനൊന്നും വേറെ വലിയ വിഷയം വന്നിട്ടില്ല. വണ്ടി ഞാൻ ഭാഗത്ത് വണ്ടി ഇറങ്ങണമെങ്കിൽ ഒരാഴ്ച കൂടി കഴിയും. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. ഇനി പിന്നെ വേറെ നോക്കണ്ട. പാടശേഖരം സന്ദർശിച്ച നഗരസഭാ ചെയർപേഴ്സന്റെയും കൃഷി വകുപ്പിന്റെയും നേതൃത്വത്തിലുള്ള സംഘം കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുമെന്ന് അറിയിച്ചു. പാടശേഖരത്തിൽ കൃഷി ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്നതിന് കൊയ്ത്തുതറ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നും കർഷകർക്ക് ഉറപ്പ് നൽകി. വളരെ നഷ്ടമാണ് ഈ പെട്ടെന്നുണ്ടായ ഈ മഴയിൽ ഇവർക്ക് എല്ലാവർക്കും സംഭവിച്ചിരിക്കുന്നത്. ഈ പാടത്ത് കൃഷിയെ സ്നേഹിക്കുന്ന പാടശേഖര സമിതിയാണ് ഇവരേത് പ്രതിസന്ധിയും തരണം ചെയ്താണ് ഇവർ ഇത്രയും കാലം മുന്നോട്ട് പോയിരിക്കുന്നത്.
അപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട ADA ജലിറ്റ മാം, പിന്നെ AFO തോമസ് സാറ്, വാർഡ് കൗൺസിലർ, ഇവിടെ കർഷക സമിതിയുടെ ആളുകൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവർക്ക് ഇനി ഈ കൃഷിയെ സ്നേഹിക്കാനും ഈ കൃഷി ഇവിടെ തുടർന്നു കൊണ്ടുപോകാനും ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നഗരസഭയും കൃഷി വകുപ്പും ചെയ്തു കൊടുക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് കൃഷിയുടെ എല്ലാ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് വിള ഇൻഷുറൻസ് അതിൻ്റെ ഘടകമാണ്, ഇവരുടെ മറ്റു ഉൽപ്പാദന ബോണസ്, ഇവരെങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും അതിൻ്റെ ഒരു കൂടിയാലോചനയ്ക്കും കാണുന്നതിനും വേണ്ടിയിട്ടാണ് ബന്ധപ്പെട്ട ആളുകളെ ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവരിനി നിരാശരാകരുത്, ഇവർക്ക് ഇനി വീണ്ടും കൃഷിയിലേക്ക് നമ്മൾ എത്തണം, അതാണ് നമ്മുടെ ലക്ഷ്യം. ചെയർപേഴ്സൺ ആലിസ് ഷിബു, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജലീറ്റ എൽസ ജേക്കബ്, വാർഡ് കൗൺസിലർ ഷിബു വാലപ്പൻ, കൃഷി ഫീൽഡ് ഓഫീസർ KP തോമസ്, കൃഷി അസിസ്റ്റന്റ് PK ജിഷ എന്നിവരാണ് കൃഷിസ്ഥലം സന്ദർശിച്ചത്. പാടശേഖര സമിതി പ്രസിഡന്റ് അശോകൻ മഠത്തിപ്പറമ്പിൽ, കർഷക പ്രതിനിധികളായ ധർമ്മജൻ പാറേമൻ, സജീവൻ മഠത്തിപ്പറമ്പിൽ, കാർത്തികേയൻ മഠത്തിപ്പറമ്പിൽ, ശൈലാധർമ്മൻ, ബൈജു മഠത്തിപ്പറമ്പിൽ എന്നിവരും സന്നിഹിതരായിരുന്നു. മീഡിയ ടൈം, ചാലക്കുടി. വിമാനയാത്രയ്ക്കിടെ ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി യുവാവ് മരിച്ചു. പുത്തൻവേലിക്കര തുരുത്തൂർ ഒളാട്ടുപുറത്ത് മെബിൻ ടോമിയാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. മധ്യ യൂറോപ്യൻ രാജ്യമായ സ്ലൊവേനിയയിൽ ജോലി ചെയ്യുന്ന മെബിൻ അവധിക്ക് നാട്ടിലെത്തി കഴിഞ്ഞ തിങ്കളാഴ്ച മടങ്ങുമ്പോഴായിരുന്നു സംഭവം. ഒമാനിലെ മസ്കറ്റിൽ നിന്ന് വിമാനം ഉയർന്ന സമയത്താണ് ഹൃദയാഘാതമുണ്ടായത്. തുടർന്ന് വിമാനം അടിയന്തരമായി തിരിച്ചിറക്കി മെബിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. മൃതദേഹം ഇന്ന് രാവിലെ 7-ന് കൊച്ചി വിമാനത്താവളത്തിൽ എത്തിക്കും. തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുവരും. സംസ്കാരം വൈകിട്ട് 4:30-ന് തിരുത്തൂർ സെന്റ് തോമസ് സീനായ് മൗണ്ട് പള്ളിയിൽ നടക്കും. കൊടകര സഹൃദയ കോളേജിൽ ത്രിദിന ദേശീയ സെമിനാർ ആരംഭിച്ചു. ഭാരതീയ ഗ്യാൻ പരമ്പര എന്ന സെമിനാറിന്റെ ഉദ്ഘാടനം കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഗീതാകുമാരി നിർവഹിച്ചു. ഫെബ്രുവരി 25, 26, 27 ദിവസങ്ങളിലായി ഗണിതം, സാഹിത്യം, വാണിജ്യം, കമ്പ്യൂട്ടർ സയൻസ്, ലൈബ്രറി സയൻസ്, രസതന്ത്രം, മനഃശാസ്ത്രം, ആയുർവേദം, അലോപ്പതി എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ സെക്ഷനുകളിൽ പ്രഗത്ഭരായ വ്യക്തികളുടെ പ്രഭാഷണങ്ങൾ ഉണ്ടാകും. ഉദ്ഘാടന ചടങ്ങിൽ വിൽസൺ ഈരത്തറ, പ്രൊഫസർ അമ്പാട്ട് വിജയകുമാർ, ഡയറക്ടർ ഡോക്ടർ ജോജി കല്ലിങ്ങൽ, പ്രിൻസിപ്പൽ ജോയ് KL, വൈസ് പ്രിൻസിപ്പൽ K കരുണ, സ്റ്റുഡന്റ് കൗൺസിൽ ചെയർമാൻ ആദിത് സഞ്ജയ് എന്നിവർ സംബന്ധിച്ചു. റാപ്പർ വേടൻ വിവാഹിതനായി. തൃശൂരിലെ വേടന്റെ വീട്ടിൽ ലളിതമായി നടന്ന രജിസ്റ്റർ വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത്. നീല നിറത്തിലുള്ള സാരിയായിരുന്നു നവമിയുടെ വേഷം. തനിക്ക് പ്രിയപ്പെട്ട കറുപ്പ് നിറത്തിലുള്ള കുർത്തയും മുണ്ടുമാണ് വേടൻ ധരിച്ചത്. ചെമ്പുക്കാവ് സബ് രജിസ്ട്രാർ വീട്ടിലെത്തിയാണ് വിവാഹം നടത്തിയത്. വൈകിട്ട് പൂമലയിലെ റിസോർട്ടിൽ വിരുന്ന് സൽക്കാരം ഒരുക്കി. തൃശൂർ പെരിങ്ങണ്ടൂർ സ്വദേശിയാണ് വേടൻ. മലപ്പുറം മഞ്ചേരിയാണ് നവമിയുടെ വീട്. കഴിഞ്ഞ ദിവസം നടന്ന ബാച്ചിലർ പാർട്ടിയുടെ ചിത്രങ്ങൾ നവമിലത ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോടാലിയിൽ 2 ദിവസം മുമ്പ് പ്രവർത്തനം തുടങ്ങിയ റെസ്റ്റോറന്റ് ഭാഗികമായി കത്തി നശിച്ച നിലയിൽ. കോടാലി ITU ബാങ്കിന് സമീപം പ്രവർത്തനം ആരംഭിച്ച അമ്മൂസ് കിച്ചൺ എന്ന സ്ഥാപനമാണ് ഇന്ന് പുലർച്ചെ ഭാഗികമായി കത്തിയത്. വധശ്രമക്കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന വാറന്റ് പ്രതിയെ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം ഡൽഹി എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. കുട്ടു എന്ന് വിളിക്കുന്ന കൂളിമുട്ട പൊക്ലായ് ബീച്ച് നെടിയപ്പറമ്പിൽ 37 വയസ്സുള്ള നിധിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാലക്കുടിയിൽ കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ വെള്ളം കയറി കൃഷി നശിച്ച കാരക്കുളത്തുനാട് പാടശേഖരം അധികൃതർ സന്ദർശിച്ചു. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുമെന്ന് അധികൃതർ. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.